ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുക പ്രവചനവരത്തെക്കുറിച്ചാണ്. പ്രവചനം എന്ന് പറയുമ്പോൾ ദൈവത്തിന് വേണ്ടി പകരം പറയുക എന്നാണ് അർത്ഥമാക്കുക. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് ജീവിക്കുമ്പോൾ ആ വ്യക്തി അധരം കൊണ്ട് ഒന്നും പറയാതെ തന്നെ തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം പ്രവചിക്കുകയാണ്. ആ വ്യക്തിയുടെ സാക്ഷ്യത്തിലുള്ള ജീവിതത്തിലൂടെ അനേകം മക്കൾക്ക് ഉത്കർഷത്തിനും പ്രോത്സാഹത്തിനും ആശ്വാസത്തിനും ഇടയായിത്തീരുന്നുണ്ട്. പ്രവചിക്കുക എന്ന് പറയുമ്പോൾ പഴയ നിയമകാലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം കൊടുക്കുന്ന അറിവ് ആത്മാവ് നയിക്കപ്പെടുന്ന വ്യക്തി അത് മനുഷ്യരോട് പറയുന്നതാണ്. പ്രവചിക്കുന്നവൻ മനുഷ്യനോടാണ് സംസാരിക്കുന്നത്. അവൻ സംസാരിക്കുമ്പോൾ അനേകർക്ക് ഉത്കർഷത്തിനും പ്രോത്സാഹത്തിനും വിശ്വാസത്തിനും അത് ഇടയായിത്തീരുന്നു. പ്രവചിക്കുന്നവൻ വിശ്വാസികളോടാണ് പ്രവചിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു വ്യക്തി സംസാരിക്കും. കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പയ്ക്ക് വിധേയമായി നിന്നുകൊണ്ട് സഭയുടെ ശ്രേഷ്ഠന്മാർക്ക് ദൈവം പ്രവചനങ്ങൾ നൽകും. അത് നമ്മൾ അറിയുന്നത് അവരുടെ പ്രസംഗത്തിലൂടെയും പ്രബോധനത്തിലൂടെയുമാണ്. എൻ്റെ ഇടവകയിൽ വികാരിയച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട ജോൺ ചാവേലിയച്ഛൻ ഞങ്ങളുടെ ഇടവകയിൽ ഒരു പ്രസംഗം കുർബാന മധ്യേ പറഞ്ഞു. എല്ലാവരും ഇൻഷുർ ചെയ്യുന്നുണ്ട്, ഇൻഷുർ ചെയ്യിപ്പിക്കുന്നവരുണ്ട്. ഇൻഷുർ ചെയ്യുന്നവർക്കും ഇൻഷുർ ചെയ്യിപ്പിക്കുന്നവർക്കും അതുകൊണ്ട് നേട്ടമുണ്ട്. എന്നാൽ സ്വർഗരാജ്യത്തിന് വേണ്ടി ഇൻഷുർ ചെയ്യുന്നവരും സ്വർഗരാജ്യത്തിന് വേണ്ടി ഇൻഷുർ ചെയ്യിപ്പിക്കുന്നവരുമുണ്ടോ? അച്ഛൻ്റെ പ്രബോധനം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഞാൻ സ്വർഗരാജ്യ ശുശ്രൂഷകളിൽ ശക്തമായി വ്യാപൃതനാകുവാനും ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സഹായിച്ചു. ഹല്ലേലൂയ. അപ്പോൾ സഭയിലൂടെ ലഭിക്കുന്ന, വിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രബോധനം ആത്മാവിൻ്റെ പ്രവചനമാണ്. ഇത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവചനങ്ങൾ നൽകുക. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരത്തിൽപ്പെട്ട പ്രവചന വരത്തിനായി ദാഹിക്കാം. കാരണം മനുഷ്യരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണം. പറയപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾക്ക് ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ദൈവമേ, നീ പ്രവചനവരം നൽകണമേ. ഞങ്ങൾ സംസാരിക്കുന്നത് അങ്ങേക്ക് വേണ്ടിയാണ്. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ പകരം പറയുക എന്നുള്ളതാണ്. ആർക്ക് വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി പകരം പറയുകയാണ്. ഇന്ന് സംസാരിക്കുവാൻ എൻ്റെ അധരത്തെ അവിടുന്ന് ഉപയോഗിക്കുന്നു. എന്നെ അവിടുത്തെ ഉപകരണമായി മാറ്റിയിരിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും
നിന്റെ ആത്മാവിൻ്റെ പ്രവാഹം സമർത്ഥമായി ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലേക്ക് ഈ മക്കൾ നയിക്കപ്പെടട്ടെ. അനേകരുടെ ജീവിതത്തിൽ ഉത്കർഷത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.